സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ, അതായത് മനോരമ ന്യൂസിൽ വന്നിരിക്കുന്ന കുറച്ചധികം വീഡിയോസ് ആണ്. ആരെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയായിട്ടുള്ള ഒരു അഭിമുഖമാണ്. നമുക്കറിയാം ന്യൂസ് മേക്കറിന്റെ ഒരു അവാർഡ് സുരേഷ് ഗോപിക്ക് കിട്ടുകയും അതിൽ കൂടി കുറേ കാര്യങ്ങൾ സുരേഷ് ഗോപിയായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ സുരേഷ് ഗോപി എടുക്കുന്ന മറുപടികൾ അതിലേറെ രസകരമായിട്ടുള്ള മറുപടികളുമാണ്. സുരേഷ് ഗോപി അക്ഷരമാല എന്താണെന്ന് കണ്ടിട്ടില്ല, അക്ഷരം അറിയില്ല, മലയാളം ശരിക്കും അറിയില്ല എന്നൊക്കെയാണ് സുരേഷ് ഗോപി അവിടെ പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മമ്മൂക്കയെ പറ്റി ചോദിക്കുമ്പോഴും മമ്മൂക്കയുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനായിട്ട് അവർ തയ്യാറെടുക്കുമ്പോഴുമെല്ലാം സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളും വേറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതിന് മുൻപ് തന്നെ മമ്മൂക്കയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അനന്തരം, വിധേയൻ, മതിലുകൾ എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും അതേപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടിൽ പുതിയ സിനിമ വരാൻ പോകുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്ലാസിക് കൂട്ടുകെട്ട് വീണ്ടും. അനന്തരം, വിധേയൻ, മതിലുകൾ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒന്നിക്കുന്നു. വേറൊരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്: ഒരു ദേശീയ പുരസ്കാരമല്ലേ ആ വരുന്നത്, അടൂരും മമ്മൂട്ടിയും വീണ്ടും, നിർമ്മാണം മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വരാൻ പോകുന്ന അടുത്ത സിനിമയാണ് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും കൂടെ ഉള്ളത്. അത് ഏത് സിനിമയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഒരു ചരിത്രം കൂടി, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു ദേശീയ പുരസ്കാരമായിരിക്കട്ടെ അതെന്നും, അത് തന്നെ ആയിരിക്കും അതെന്നും നമുക്ക് വിശ്വസിക്കാം. കാരണം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒക്കെ ഉള്ള ഒരു കൂട്ടുകെട്ടിൽ വരുന്ന സിനിമ, അത് മോഹൻലാൽ ആണെങ്കിലും ആരുമാണെങ്കിലും ആ വരുന്ന സിനിമ വൻ വിജയം തന്നെയായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലും അല്ലെ ഈ ഒരു സമയത്തും അവർ തമ്മിലുള്ള ഒരു കോംബോ വരാൻ പോകുന്നു. ആ വരുന്ന സിനിമ ഏതൊക്കെ തലങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്നുള്ളതും, അതുകൂടാതെ അടുത്ത സംസ്ഥാന അവാർഡ് മികച്ച നടന് ഏത് നടനാണെന്നുള്ള ചോദ്യം തന്നെ വേണ്ട അവിടെ. കാരണം നമുക്കറിയാം അത് മമ്മൂട്ടി തന്നെയായിരിക്കും. മമ്മൂട്ടി ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിൽ കാഴ്ചവെച്ച അസാമാന്യമായിട്ടുള്ള ഒരു കഴിവിനാണ് ഈ പറയുന്ന സംസ്ഥാന അവാർഡ് കിട്ടിയത്. അവാർഡിന് പിന്നാലെ പല സ്ഥലങ്ങളിൽ നിന്നും നാനാവിധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടു വന്നാണ് പലരുടെയും കുരുപൊട്ടലുകളൊക്കെ നമ്മൾ കണ്ടത്. പലരും എന്ന് പറഞ്ഞാൽ സംഘമിത്രങ്ങളുടെ കുരുപൊട്ടലുകൾ കണ്ടതാണ്. ആ കുരുപൊട്ടലുകളൊന്നും എങ്ങും എത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. മമ്മൂട്ടിയെ കൊടുക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇനി നമുക്ക് സുരേഷ് ഗോപിയുടെ വിഷയത്തിലേക്ക് വരാം. സുരേഷ് ഗോപിയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെയാണ്: പണമില്ലാത്ത അവസ്ഥ സുരേഷ് ഗോപി ബാധിച്ചിട്ടുണ്ടെന്നൊരു ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് പോലും നിന്നെ സംരക്ഷിക്കാൻ പറ്റില്ലെന്ന് ദുൽഖറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുൽഖറിന്റെ വിഷയത്തിൽ സുരേഷ് ഗോപി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം എന്താണെന്ന് നമുക്കത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനം കടത്ത് സംബന്ധിച്ച് ചില റെയ്ഡുകൾ സിനിമാ താരങ്ങളുടെ വീട്ടിൽ നടന്നപ്പോൾ താങ്കൾ അവർക്കൊപ്പമാണ് നിന്നുകൊണ്ടാണ് പ്രതികരിച്ചത്. അത് ഒരുപക്ഷെ അവിടുത്തെ കേരളത്തിലെ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിട്ട്, സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നാണ് പറഞ്ഞത്. Never. You check my verbatim. I was very clear. I am responsible to the Union Council by oath. ഞാൻ എന്താ അവിടെ പറഞ്ഞത്? നിങ്ങൾ സ്വർണ്ണക്കൊള്ള മറച്ചു വെച്ച് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അത് EDയും നാളെ NIAയും CBIയും ഒക്കെ നോക്കിക്കോളും. അതിൻ്റെ സത്യം പുറത്ത് വരട്ടെ. നിങ്ങളൊരു പോണ്ടിച്ചേരി കുറെ കാലമായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇതാ ഞാൻ ഉപയോഗിച്ച വാക്ക്. എന്തായി? ഇതുവരെ അതിനൊരു നിശ്ചയമായോ? കോടതിയിലിരിക്കുന്നതായതുകൊണ്ട് എനിക്ക് അതിൻ്റെ സത്യം തുറന്നു പറയാൻ പാടില്ല. ഞാൻ അതും ബഹുമാനിക്കുന്നു. അതുകൊണ്ടാണ്. അതുപോലെ ആ താരങ്ങളെ നിങ്ങൾ പിന്നാലെ പോയി ഇത് കവറപ്പ് ചെയ്യാൻ നോക്കാതെ സ്വർണ്ണക്കൊള്ള നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഞാനത് ദുൽഖറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരിട്ട്. എനിക്ക് പോലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒക്കത്തില്ല. കീപ് യുവർ സെൽഫ് ക്ലിയർ എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ പറയേണ്ടത് അങ്ങനെയല്ല സുരേഷ് ഗോപിജി. എനിക്കോ എൻ്റെ ആളുകൾക്കോ നിന്നെ ഇനി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ആളുകൾക്ക് നിന്നോട് വലിയ ദേഷ്യമാണ്. കാരണം നീ ഒരു മുസൽമാൻ്റെ വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരു മുസൽമാനാണ്, മമ്മൂട്ടിയും മുസൽമാനാണല്ലോ അല്ലേ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെയും ഞങ്ങൾ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണ്. അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ നിന്റെ ഭാഗം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നിനക്കിട്ടുള്ള ചിമ്മിട്ടൻ പണിയാണെന്നുള്ളത് സുരേഷ് ഗോപി ദുൽഖറിനെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെയും തൻ്റെ ആവശ്യമൊന്നും മമ്മൂക്കയ്ക്കോ അതേ പറയുന്ന ദുൽഖർ സൽമാനോ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് ഹൃദയ ആവശ്യമില്ലാത്ത മുട്ടാപ്പോക്ക് ന്യായവും എവിടെ കിടക്കുന്ന കുറെ വള്ളിക്കേസും പിടിച്ചുകൊണ്ട് ദുൽഖർ സൽമാന്റെ ഒക്കെ അങ്ങോട്ട് കയറി വീട്ടിൽ കയറിക്കൊണ്ട് അവരുടെയൊക്കെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചുകൊണ്ട് സംഖ്യകൾ കളിച്ച കളി
എന്നിട്ട് 6 അണാക്കിൽ നിന്നാ പൊട്ടിയത്. ഈ പന്നിയൊക്കെ പടക്കം എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു കാഴ്ചയാണ്. അതായത് സംഘികൾ തന്നെ അങ്ങോട്ട് പടക്കം എടുത്തിടുന്നു, സംഘികളുടെ കൂട്ടത്തിലുള്ള കൊതിയന്മാർ തന്നെ എടുത്ത് കടിച്ചുകൊണ്ട് പോകുന്നു, എന്നിട്ട് അത് ആരുടെ ഇരുന്ന് പൊട്ടും? സംഘികളുടെ ഇരുന്ന് തന്നെ പൊട്ടും എന്ന് പറയുന്ന പോലെയാണ്. മമ്മൂട്ടിക്കെതിരെയും ദുൽഖറിനെതിരെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇവരുണ്ടാക്കിയത്. ആ പ്രശ്നങ്ങളൊക്കെ എവിടെ എത്തി? ഇപ്പോൾ എങ്ങും എത്തിയിട്ടില്ല. മമ്മൂട്ടിയൊന്നും അതിനെപ്പറ്റി വറീഡുമല്ല, മമ്മൂട്ടിയുടെ മകനും വറീഡല്ല, അവരൊന്നും അതിനെപ്പറ്റി ബോധേട് പോലും ആവുന്നില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് പറഞ്ഞോട്ടെ, അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അല്ലേ അംഗീകരിക്കേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പറയേണ്ടതായിട്ടുള്ളൂ. അതിൽ കാര്യമായിട്ടുള്ള സത്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയാണ് പേടിക്കേണ്ടതെന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഒരു കാഴ്ചയിൽ, അല്ല മമ്മൂട്ടിയുടെ ഒരു കാര്യത്തിൽ നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഈ സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് കവറപ്പ് ചെയ്യാതെ അവിടെ പോയി അത് കവറപ്പ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല സുരേഷ് ഗോപി ആ സമയത്ത് പറഞ്ഞു, നമ്മളെല്ലാവരും കേട്ടതാണ്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിലേക്ക് ഈ പറയുന്ന NIA അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ പറയുന്ന ED ഇവരെയൊക്കെ കയറ്റി വിട്ടിട്ട് വേറെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്. ഇപ്പോൾ അത് മാറ്റി പറഞ്ഞു. ഈ ഡബിൾ ഫാദർ സിൻഡ്രോം ആണോ എന്ന് അറിയില്ല, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഇത് മാറ്റി പറയുമ്പോൾ പുള്ളി പറയുന്നത് നിങ്ങളിത് മാധ്യമങ്ങളുടെ പ്രശ്നമാക്കിയത്. അത് മീൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല, അതായത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമാണ്. ആ വീഡിയോ ഞാൻ നിങ്ങളെ എന്തായാലും കേൾപ്പിക്കാം. ഞാൻ അതിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആടിയില്ലെങ്കിൽ ഞാനത് പറയാം. അതായത് കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട്, കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് തന്നെയും എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ സാധിക്കത്തില്ല. ഇത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് EDയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ചെയ്യുന്ന വൃത്തികെട്ട പരിപാടിയാണെന്നുള്ളതാണ് സുരേഷ് ഗോപി അന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആ പറഞ്ഞ കാര്യം സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നിട്ട് കൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞത്. അല്ലെങ്കിൽ അറിയാതെ മണ്ടത്തരം പറ്റി പോയതായിരിക്കും. അധികാരമോഹങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ എന്തോ മണ്ടനായി പോയ രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പൊ ഇരിക്കുന്നത്. സുരേഷ് ഗോപിയെ പറ്റി പബ്ലിക്കിൽ എല്ലാവരും പറയുന്ന പല കാര്യങ്ങളാണ്, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ നമുക്ക് സുരേഷ് ഗോപി പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് അക്ഷരമാല എനിക്കറിയില്ല, മലയാളം ഞാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒരുപാട് കമന്റുകളുണ്ട്. കമന്റുകളിലൊക്കെ പറയുന്നത് ചുമ്മാതല്ല, വിവരമില്ലാത്തത്, ചുമ്മാതല്ല മണ്ടത്തരങ്ങൾ വിളിച്ച് പുലമ്പുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും പറയുന്നത്. അപ്പൊ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ കാണാനിടയുണ്ടായത്, ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രകോപിതനാകരുത്, ഉത്തരമുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മിണ്ടാതെ നടന്നു പോവുക. സുരേഷ് ഗോപിക്ക് ഉപരാഷ്ട്രപതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുണ്ടോ, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ, ചുമ്മാ ആവശ്യമില്ലാതെ സംസാരിക്കരുത്, നിങ്ങൾ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കണം, മറ്റവൻ്റെ അടുത്തില്ലേ അവനോട് സംസാരിക്കണം, ഇതെന്റെ കാര്യമല്ല ഷിറ്റ് എന്ന് പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അതായത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്കൊന്നും പറയാനില്ല. ഇപ്പൊ ഈ EDയുടെ വിഷയം, കസ്റ്റംസിന്റെ പ്രശ്നമൊക്കെ അയാൾ പറഞ്ഞത് അറിയാതെ അയാളുടെ വായിൽ നിന്ന് വന്നാണ്. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തൊരു പരിപാടി. എന്നാൽ അതിൽ കൂടി അയാളുടെ വായിൽ നിന്ന് നമുക്കറിയാം, പലപ്പോഴും പല BJP നേതാക്കന്മാരുടെയൊക്കെ വായിൽ നിന്ന് BJP എന്ന് പറയുന്നൊരു പാർട്ടി വർഗീയ പാർട്ടിയാണോ, അല്ലെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു പാർട്ടിയാണെന്ന് അവർ തന്നെ അറിയാതെ പറയുന്നുണ്ട്. അവരുടെ അപബോധ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർ പുറത്തേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നു, അത്രമാത്രം. അതിന് നമ്മളങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപി അവിടെയും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയാണ്. അതായത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ചെയ്യുന്ന കൊള്ളരുതായ്മകളാണ്. എന്നിട്ട് ഇപ്പോൾ അത് മാറ്റി വെള്ളപൂശിക്കൊണ്ട് അത് എനിക്ക് പോലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറ്റി. ഇതൊക്കെയാണ് ഈ ഓന്ത് നിറം മാറുക, അല്ലെങ്കിൽ അപ്പപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പൊ സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ചാണക സംഖ്യകളുടെയും ഒരു മെഴുകലിനും ആ 369 എന്ന് പറയുന്ന ഒരു ഗ്യാരേജിലേക്ക് എത്തി നോക്കാനോ അവിടെ കയറാനോ അവരുടെ വാഹനത്തിൽ തൊടാനോ സാധിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ വാഹനം എടുത്തുകൊണ്ട് പോകാം. എന്നാൽ അതേസമയം ഹൈക്കോടതി ഇവിടെ ഉള്ളപ്പോൾ, ഹൈക്കോടതി ഇരിക്കുന്ന കേരളത്തിലാണല്ലോ, അല്ലാതെ അങ്ങ് UPയിലോ ബീഹാറിലോ ഗുജറാത്തിലോ ഒന്നും അല്ല. അപ്പൊ ഹൈക്കോടതി പറയുന്നതിനപ്പുറത്തേക്ക് BJP അല്ല ഏത് പാർട്ടി വന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയണം. കാരണം ഈ ദുൽഖറിന്റെ വാഹനം കൊണ്ടുപോയ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ ദുൽഖർ പോയി. ഹൈക്കോടതി പറഞ്ഞു ഒരാഴ്ചക്കകത്ത് ദുൽഖറിന്റെ വാഹനം തിരികെ നൽകണം, ഇല്ലെങ്കിൽ അതിന്റെ കാരണം സഹിതം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കോടതിയിൽ. അപ്പൊ എന്താണ് ഇവർ ചെയ്തത്? കാരണം പറയുകയുണ്ടായത്, ഈ വാഹനത്തിന്റെ ഈ പറയുന്ന ഡേറ്റാസിലെല്ലാം ക്രമക്കേടുകളുണ്ട്. വാഹനം ഭൂട്ടാനിൽ നിന്നും അതേ വഴി തന്നെ കള്ളപ്പണം വെളുപ്പിക്കുന്ന, അല്ലെ കള്ളപ്പണം കടത്തിക്കൊണ്ട് വരുന്ന വഴിയിൽ കൂടി തന്നെയാണ് ഈ വാഹനവും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പൊ വാഹനം ഞങ്ങൾക്ക് തിരികെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് ഹൈക്കോടതി കൊടുത്തിട്ട് മറുപടി, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അല്ലെ നിങ്ങളുടെ കണ്ടെത്തലുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുക, അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണം കണ്ടെത്തുക. ഈ പറയുന്ന ഡേറ്റാസ് എല്ലാം വ്യാജമാണ്, കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള ഒരു രേഖകൾ സമർപ്പിക്കുക. അത് നിങ്ങൾ ഹൈക്കോടതിയെ സമർപ്പിക്കുക. അതിനുശേഷം അത് മീൻസ് അതിനെ സാധൂകരിക്കുന്ന രേഖകളായിരിക്കണം. അതായത് കെട്ടിച്ചമച്ചതെന്ന് ഇവർ പറയപ്പെടുമ്പോൾ അത് കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകളായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള രേഖകൾ നിങ്ങൾ സമർപ്പിക്കുക, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. വാഹനം വിട്ടുകൊടുക്കണോ വേണ്ട എന്നുള്ളത് കോടതി പറയാമെന്നുള്ള രീതിയിലേക്കായി. അപ്പോൾ അത് സമർപ്പിക്കാൻ അണ്ണന്മാരിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ഇവര് പരാതി അല്ലെങ്കിൽ ആ വാഹനം വിട്ടുകൊടുത്തു. ഇപ്പൊ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ആ ഡിഫൻഡർ വാഹനം, അല്ലെങ്കിൽ ലാൻഡ് റോവർ വാഹനം കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ
ദുൽഖർ സൽമാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞൊരു പരിപാടി കാണിക്കുകയും വാപ്പയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തൊരു മകനായിട്ട് തന്നെയാണ് നമ്മളിവിടെ കണ്ടതും. അപ്പോൾ ഇപ്പോൾ ഈ സുരേഷ് ഗോപി എന്നിരുന്ന് മെഴുകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്, സംഘി മിത്രമാണ്. ചാണകത്തിൽ മുങ്ങിയതിന് ശേഷം ഈ സ്വഭാവത്തിലും അതേപോലെ തന്നെ പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്ന, ചില വൈകൃതങ്ങൾ വന്ന ഒരു ചിത്തരോഗി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് മാറിയിട്ടുള്ള ഒരാളാണ്. താൻ രാജാവാണ്, താനെന്തോ വലിയ മറ്റതാണെന്നൊക്കെ ചിന്തിച്ച് എന്തൊക്കെയോ ലെവലിലേക്ക് പോകുന്ന, എന്തോ ഒരു ഹാലൂസിനേഷൻ ഉള്ളിലേക്ക് വന്നൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ളൊരു കാര്യത്തിലും യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവും ഈ ദുൽഖർ സൽമാനെതിരെയും മമ്മൂട്ടിക്കെതിരെയും സുരേഷ് ഗോപിയുടെ ആളുകളും കളിച്ച കളികളും ഒക്കെ പുറത്തേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള മണ്ടത്തരങ്ങളും സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള വാത്സല്യവും സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ഈ ജാതീയ ചിന്തകളും ഒക്കെ അല്ലെങ്കിൽ മതചിന്തകളും ഒക്കെ എന്താണെന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.